എല്ലാവർക്കും ഹാൻഡ്സെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ രണ്ടെണ്ണം ഇട്ടായിരുന്നു. അത് ഒന്ന് കസ്റ്റാർഡ് ഉണ്ടാക്കി, പിന്നെ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കി. അതെല്ലാരും കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പൊ ഇത് നമ്മള് പൊട്ടേറ്റോ 4 പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈസിലാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് നമ്മള് സാധാരണ വെള്ളത്തിൽ കഴുകി വെച്ചേക്കാണ്. കാരണം ഇതിന്റെ സ്റ്റാർച്ച് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വെള്ളത്തിട്ട് കഴുകിയിരിക്കുന്നത്. നമ്മൾ ഈ വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പിട്ട് ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് ഓഫാക്കണം. ഓഫാക്കിയിട്ട് ഈ പൊട്ടേറ്റോസ് എല്ലാം കൂടി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടണം. നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമ്മള് ഇതിങ്ങനെ വെള്ളത്തിൽ വെക്കണം. 2 മിനിറ്റ് ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ കിടന്നാല് ഇത് റെഡി ആവുള്ളൂ. ഇപ്പൊ ഇത് 2 മിനിറ്റ്. അപ്പൊ നമുക്കിത് എടുക്കാം. അപ്പൊ നമ്മളിത് 2 മിനിറ്റ് ആയി, അതുകൊണ്ട് ഇത് എടുക്കുവാണ്. ഇത് നമുക്കിത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ തുണിയിലേക്ക് ഇടാം. ഇത് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ടവല വിരിച്ചിട്ട് അതിനകത്തേക്ക് ഇടുവാണ്. ഇനി ശരിക്കും വെള്ളം പോണം. അപ്പൊ വെള്ളം പോകണേ നമ്മള് ഇങ്ങനെ വിടർത്തിയിട്ട് വെയിറ്റ് ചെയ്യണം. വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്പൂണില് നമ്മളൊരു 3/4 ഭാഗം കോൺഫ്ലോർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചേക്കുവാണ്. കണ്ടില്ലേ, പേസ്റ്റ് പോലെ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഈ പൊട്ടേറ്റോസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് കോൺഫ്ലോർ ഇളക്കി കൊടുക്കാം. കാരണം പൊട്ടേറ്റോസ് എല്ലാത്തിലും കോൺഫ്ലോർ ഒന്ന് ആവണം. നമ്മൾ ഈ കവറിലേക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇടാൻ പോവാണ്. നമ്മളിനി ഫ്രീസറിലേക്ക് വെക്കണത് 10 മിനിറ്റ് വെച്ചാൽ മതി. നമ്മളിപ്പോ ഫ്രഞ്ച് ഫ്രൈസ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് 10 മിനിറ്റില് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പൊ നമ്മള് ഫ്രിഡ്ജില് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പൊ 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ 10 മിനിറ്റ് വെച്ചായിരുന്നു. നമ്മള് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇപ്പൊ നമ്മള് 10 മിനിറ്റ് ഫ്രീസറിൽ നിന്ന് വെച്ച പാക്കറ്റിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾക്കിത് മുഴുവനും വേണ്ടെങ്കിൽ ആ പാക്കറ്റിൽ നിന്ന് തന്നെ ആവശ്യമുള്ള എടുത്തിട്ട് തിരിച്ചിടാം. ഞങ്ങളിത് ഫുൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണ ചൂടായി വരുമ്പോ ഫ്രൈ ചെയ്യാം. ഫ്രൈ ആയെന്നൊന്ന് എണ്ണ ചൂടായെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നമ്മളിത് ഹൈ ആക്കി ഡീപ് ഫ്രൈ ചെയ്യണം. ഡീപ് ഫ്രൈ ആക്കണം. അപ്പൊ നമുക്ക് ഡീപ് ഫ്രൈ ആക്കണം. വെയിറ്റ് ചെയ്യാം. ഇപ്പൊ സൗണ്ട് കേൾക്കണായിട്ടല്ലേ. ഇതിപ്പോ ഫ്രൈ ആവണ ഒച്ചയാണ്. നമ്മൾ കുറച്ചേരം കൂടി ഇടണം. കാരണം ഡീപ് ഫ്രൈ ആയാലും നമ്മള് ചെയ്യണത്. അപ്പൊ കുറച്ചേരം കൂടി ഇട്ടാലേ ഡീപ് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ ഇത് ഡീപ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക്. അപ്പൊ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മള് സോസിന് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഈ സോസ് ഓർമ്മയുണ്ടോ? ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഉണ്ടാക്കിയ സോസ്. ആ സോസാണിത്. നമുക്കിത് ഒഴിച്ച് നോക്കാം.
അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മള് വീട്ടിലുണ്ടാക്കിയ പോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ സോസൊക്കെ ആയതുകൊണ്ട് ഒരു ഹോംലി ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും നല്ലൊരു ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. കോൺഫ്ലവർ ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ശരിക്കും മുരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മള് ഡീപ് ഫ്രൈ ഒക്കെ ആയതുകൊണ്ട് ശരിക്കും ക്രിസ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആണ്. പിന്നെ ഇത് നിങ്ങൾക്ക് സോസ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സോസ് ഉണ്ടാക്കിയ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി സോസ് ഉണ്ടാക്കാൻ പഠിച്ച് നോക്കി ഉണ്ടാക്കി ഇതിന്റെ ഒപ്പം കഴിച്ചു നോക്കുക. സൂപ്പറാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Ta-da!